ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ആദ്യത്തെ 2 വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിലയേറെ റെസ്പോൺസൊക്കെ അതിന് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഇനിയും ഞാൻ ട്രൈ ചെയ്യാം. അപ്പം നിങ്ങളത് കമന്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഓണക്കാലത്തിന്റെ സ്റ്റിച്ചിങ് ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് സ്ലീവ് പാറ്റേണുകളാണ്. സ്ലീവിൻ്റെ ഇപ്പോൾ എല്ലാം നമ്മൾ ബ്ലൗസൊക്കെ ഒരേപോലെ തയ്ക്കുന്നു. അതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും നമുക്ക് വരുത്താൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കുറച്ച് സ്ലീവുകളാണ് കേട്ടോ. ഇപ്പോൾ ഇത് എൻ്റെ ചുരിദാറിലാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. നിങ്ങൾക്ക് ഇത് ബ്ലൗസിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒന്നാമത്തെ സ്ലീവായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു സ്ലീവാണ് കേട്ടോ. ഇങ്ങനെ ഇതെൻ്റെ ഒരു ഇത്രയും ഭാഗം ഈ മുട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫുൾ ഞൊറിവ് വന്നിട്ട് അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനിൽ കുറേ ഞൊറിവുകൾ ഉണ്ടാവും. ഇങ്ങനെ ലൂസായിട്ട് കിടക്കും. വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ ഈ നെറ്റിൻ്റെ നമ്മുടെ ഓർഗൻസ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള സ്ലീവാണ് കേട്ടോ ഇത്. കണ്ടോ, 2 സ്ലീവും ഈ രീതിയിലിരിക്കും. ഇതിൻ്റെ പടി നമുക്ക് വേണമെങ്കിൽ വീതി കൂട്ടി വെക്കാം, വേണമെങ്കിൽ വീതി കുറച്ചും വെക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സ്ലീവ് ഇഷ്ടമുള്ളവർക്ക് അതിൽ തന്നെ ഒരു മോഡിഫിക്കേഷൻ വരുത്തി ചെയ്യാൻ പറ്റുന്ന ഒരു മോഡേൺ വേർഷൻ ഓഫ് സ്ലീവാണ്. അതാണ് ഇത്. അതായത് നമ്മളുടെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയൊരു കട്ട് ഇട്ട് കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ, ഈ രീതിയിൽ ഇവിടെ ഒരു കട്ട് വരും. ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് വരുമ്പോൾ നിങ്ങൾ നേരെ ബോട്ട് നെക്കൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യുമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതാണ് അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് വരുന്നത്. ഈ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ലീവ് ഏതാണെന്ന് പറയണം കേട്ടോ. നിങ്ങളുടെ ബ്ലൗസിൽ ഏതെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു ഫോട്ടോയായിട്ട് കമൻ്റായിട്ട് നിങ്ങൾ ഇടണേ. നെക്സ്റ്റ് സ്ലീവ് വന്നിട്ട് ഈ ഒരു പാറ്റേൺ. അതായത് ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ഞൊറിവുകൾ വന്നിട്ടുണ്ട്, ലൂസാണ്. ഇവിടെ ചെറിയൊരു പടി കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ അറ്റത്തുള്ളൊരു ഈ നോട്ടാണ്. ഇവിടെ ഇങ്ങനെ കെട്ടാൻ പറ്റും നമുക്ക്. കണ്ടോ, ഈ സ്ലീവ് നമുക്ക് ഇങ്ങനെ ഇവിടെ കെട്ടിയിടാം. കെട്ടി കാണിച്ചത് ഇതിങ്ങനെ ഈ ഇവിടെ വന്നിരിക്കുന്ന പടി നേരെ തന്നെ ലോങ് ആയിട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് കൈയുടെ അറ്റത്ത് ഇങ്ങനെ കെട്ടാം. ബ്ലൗസിലൊക്കെ ഇത് വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും. വലിയ രീതിയിൽ ഇങ്ങനെ വീതി കൂട്ടി തയ്ച്ചു കഴിഞ്ഞാൽ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതും നിങ്ങൾക്ക് കോട്ടണിൽ ചെയ്തു നോക്കാം, അല്ലെങ്കിൽ ഓർഗൻസ മെറ്റീരിയലിലൊക്കെ ചെയ്തു നോക്കാം കേട്ടോ. നമ്മളുടെ ബ്രൊക്കേഡ് മെറ്റീരിയലിൽ ഇത് ചെയ്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള മെറ്റീരിയൽ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ലീവാണ്. ഓക്കെ, എന്നിട്ട് നമുക്കിങ്ങനെ കെട്ടിയിടാം. നെക്സ്റ്റ് സ്ലീവ് വന്നിട്ട് ഇത് കോമൺ ആണോ എന്ന് ചോദിച്ചാൽ കോമൺ ആണ്, എന്നാലും കാണിച്ചു തരാം. എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിലിങ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെന്നാൽ ഓവറായിട്ടൊന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്ലീവാണ് കേട്ടോ. ഇതാണ് നെക്സ്റ്റ് സ്ലീവ്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ഷോർട്ട് സ്ലീവ്, ഇതിൻ്റെ അറ്റത്ത് ചെറിയ 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 ഇതുപോലെയുള്ള, കാണാമോ നിങ്ങൾക്ക്, ഇങ്ങനെ ചെറിയ ചെറിയ മടക്കുകൾ കൊടുത്തിട്ടുള്ള സ്ലീവാണ് ഇത്. നിങ്ങൾക്ക് ഇതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്ലീവ് എപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ബോട്ട് നെക്കിൽ ചെയ്യുമായിരിക്കും നല്ലത്. ഒത്തിരി ഇറങ്ങിപ്പോയിട്ടുള്ള നെക്കുകളിൽ ഷോർട്ട് സ്ലീവ് വയ്ക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാലും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തുമ്പോഴാണ് നമ്മുടെ ടോട്ടൽ ലുക്കിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്നത്. ഇനി ലാസ്റ്റ് സ്ലീവ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനത്തെ ഫ്രില്ല് പോലെ ഇരിക്കുന്ന സ്ലീവ്. അതായത് നിങ്ങൾക്ക് ഷോർട്ട് സ്ലീവ് ഇടാൻ ഇഷ്ടമല്ല, ലോങ് സ്ലീവ് ഇടാൻ ഇഷ്ടമല്ല, സ്ലീവ്ലെസ് ഇടാനിട്ട് പറ്റിയില്ല, എന്നാൽ കുറച്ച് മോഡേൺ ആയിട്ട് തോന്നിക്കുകയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ലീവാണ് ഇത്. ഓക്കെ, ഇങ്ങനെയുള്ള സ്ലീവ് വയ്ക്കുമ്പോൾ നമുക്ക് ഇത് അങ്ങനെ കൈയൊന്നും അധികം ഫുൾ ഭയങ്കര ബോറായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണേ. ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂടിയിരിക്കുകയും ചെയ്തോളും. ഒത്തിരി അങ്ങനെ ഇവിടെ ഒന്നും കാണുകയില്ല, എന്നാൽ കാണുമ്പോൾ ഒരു വെറൈറ്റി ലുക്കും ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊക്കെ ചുരിദാറിലിരിക്കുന്ന സ്ലീവുകളാണ് എങ്കിലും
നിങ്ങൾക്ക് ബ്ലൗസ് തയ്ക്കുമ്പോൾ ഉപകരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു സ്ലീവ് എന്ന് പറയുന്നത് ലോങ് സ്ലീവ് തന്നെയാണ്. അതും കൂടി ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. ഇതുപോലെ ലോങ് സ്ലീവും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എപ്പോഴും ഒരേ മോഡലിൽ തയ്ക്കാതെ കുറച്ച് വെറൈറ്റി ആയിട്ടൊന്ന് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ചിന്തിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഏത് മെറ്റീരിയലും കാണാൻ ഇട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഈ ബ്ലൗസ് ഒരു ശരിയായാൽ തന്നെ നമ്മളുടെ സാരി ലുക്കിൻ്റെ 80% ശരിയായി എന്നുള്ളതാണ്. നമ്മളൊരു ടോട്ടൽ ലുക്ക് നോക്കുമ്പോൾ സാരിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല, അത് ഞൊറിഞ്ഞു കൊടുക്കുന്നതിലാണ് അതിൻ്റെ കാര്യം ഇരിക്കണേ. അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.